എല്ലാവർക്കും മല്ലു ഡീറ്റൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രമുഖർക്കെതിരെയുള്ള നടിമാരുടെ തുറന്നു പറച്ചിലുകളിൽ ഞെട്ടിയിരിക്കുകയാണ് മലയാള സിനിമാ ലോകം. തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെപ്പറ്റി പലർക്കും പറയാനുള്ള ധൈര്യം നടി ഭാവന പകർന്ന് നൽകിയതാണ്. നടിയുടെ ഒറ്റയ്ക്കുള്ള പോരാട്ടമാണ് ഇന്ന് നടക്കുന്ന വിവാദങ്ങൾക്കെല്ലാം കാരണമായത്. ഭാവന കൊണ്ടുവന്ന തീപ്പൊരി ഇന്നൊരു കാട്ടുതീയായി പരിണമിച്ചിരിക്കുകയാണ്. ഭാവന തോറ്റ് പിന്മാറുമെന്ന് ചിലർ സ്വപ്നം കണ്ടു. പക്ഷേ ഭാവന പോരാടാനാണ് തീരുമാനിച്ചത്. അതിൻ്റെ പേരിൽ ഭാവന ഒരുപാട് അനുഭവിച്ചു. കുറേ സിനിമകൾ അവർക്ക് നഷ്ടമായി. സ്ലട്ട് ഷെയ്മിങ്ങും തെരുവിളികളും അടങ്ങുന്ന അതിഭീകരമായ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നു. തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ രണ്ട് നടിമാർ തയ്യാറായി. അതിൻ്റെ ഭാഗമായി അമ്മയുടെ മേധാവിയായിരുന്ന സിദ്ദിഖിനും ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിരുന്ന രഞ്ജിത്തിനും സിംഹാസനം ഒഴിയേണ്ടി വന്നു. ഈ വിപ്ലവം തുടങ്ങിവെച്ചത് ഭാവനയാണ്. അവർ കാണിച്ചു കൊടുത്ത വഴിയിലൂടെയാണ് മറ്റുള്ള സ്ത്രീകൾ സഞ്ചരിക്കുന്നത്. ഭാവന തൻ്റെ ഇൻ്റർവ്യൂവിൽ മനസ്സ് തുറന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്നെക്കുറിച്ച് പല അപവാദങ്ങളും പറഞ്ഞു പരത്തുന്നുണ്ട്. ഞാൻ പലതവണ അബോർഷൻ ചെയ്തുവെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നു. ഞാനെന്താ പൂച്ച ആണോ? അത് പറയുമ്പോൾ ഭാവന ചിരിക്കുകയായിരുന്നു. ഇത്രയെല്ലാം അനുഭവിച്ചിട്ടും ഭാവനയുടെ മുഖത്തെ ചിരി മായുന്നില്ല. അവിടെ ആ പെൺകുട്ടി വിജയിച്ചു. അവളെ ഉപദ്രവിച്ചവർ അതിദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. പണ്ട് മലയാള സിനിമയിൽ മുൻനിര നടിമാർ പോലും ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. ഇന്നത്തെ സ്ഥിതി അതല്ല. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും ഇപ്പോൾ ബഹുമാനം ലഭിക്കുന്നുണ്ട്. അവരുടെ വേദനകളെ സമൂഹം ശ്രവിക്കുന്നുണ്ട്. വരും തലമുറകൾ ഭാവനയെ നന്ദിയോടെ സ്മരിക്കും. ഇരുട്ടിൽ തപ്പിത്തടയുകയായിരുന്ന സ്ത്രീകൾക്ക് ചുറ്റും പ്രകാശം പരത്തിയ പെൺകുട്ടി എന്ന ബഹുമതി ചരിത്രം ഭാവനയ്ക്ക് നൽകും. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.